നമ്മുടെ ശരീരത്തിലെ 7 ഊർജ്ജ കേന്ദ്രങ്ങളെപ്പറ്റിയും അവ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന വീഡിയോ സീരീസിൻ്റെ 7ാമത്തെ ഭാഗമാണിത്. ഓരോ വീഡിയോയിലും ഓരോ ചക്രങ്ങളെപ്പറ്റിയും പ്രത്യേകം വിശദമാക്കുന്നുണ്ട്. നമ്മുടെ നട്ടെല്ലിൻ്റെ ഓരോ ഭാഗങ്ങളിലായി ഭ്രമണം ചെയ്യുന്ന ഈ ചക്രങ്ങൾ നമ്മുടെ ശരീരം, മനസ്സ്, വികാരങ്ങൾ തുടങ്ങി എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്നു. തൻ്റെ മനസ്സിൻ്റെ മേലും ഇന്ദ്രിയങ്ങളുടെ മേലും നിയന്ത്രണം നഷ്ടപ്പെട്ട ഇന്നത്തെ ലോകം ഭൗതികതയുടെ പിന്നാലെ പോയി തൻ്റെ സമയവും ഊർജവും സന്തോഷവും നഷ്ടപ്പെടുത്തുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം നാം തിരയേണ്ടത് തൻ്റെ അകത്താണ്. ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ക്രൗൺ ചക്ര എന്ന് വിശേഷിപ്പിക്കുന്നതുമായ സഹസ്രാര ചക്രത്തെ പറ്റിയാണ്. നമ്മുടെ നെറുകയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചക്രം അനന്തമായ ജ്ഞാനത്തെയും അറിവിനെയും സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ ചിഹ്നം 1000 ദളമുള്ള താമരയും നിറം വയലറ്റുമാണ്. മോക്ഷത്തിലേക്കുള്ള വാതിൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ചക്രം ഉണർന്ന വ്യക്തിയിൽ വാക്കുകൾക്കപ്പുറമുള്ള ശാന്തിയും ആനന്ദവും കടന്നു വരുന്നു. ഇത്തരം മഹത്തുക്കൾ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തിയവരാണ്. അവർ എപ്പോഴും അന്യരോട് സ്നേഹവും കരുണയും ഉള്ളവരും എല്ലാത്തരം ഭയങ്ങളിൽ നിന്നും ആദികളിൽ നിന്നും മുക്തി പ്രാപിച്ചവരും ആയിരിക്കും. എല്ലാത്തരം വിഭാഗീയ ചിന്താഗതികളും ഇവർക്ക് അന്യമാണ്. ജാതി, മത, ലിംഗ, രാഷ്ട്ര, ഭാഷ സങ്കല്പങ്ങൾക്കെല്ലാം ഉപരി ഇത്തരക്കാർ അദ്വൈതത്തിൻ്റെ വക്താക്കളായിരിക്കും. പ്രപഞ്ച ബോധവുമായി നേരിട്ട് ബന്ധത്തിലുള്ള ഇവർ ആത്മീയതയുടെ ഏറ്റവും ഉയർന്ന തലമായ നിർവികൽപ്പ സമാധിസ്ഥിതി എന്ന അവസ്ഥ കൈവരിച്ചിരിക്കും. അവിടെ അറിവും അറിയപ്പെടുന്നവനും ഒന്നാകുന്നു. 1000 നദികൾ സമുദ്രത്തിൽ സംഗമിക്കുന്നത് പോലെ നമ്മുടെ മറ്റെല്ലാ നാഡീവ്യൂഹങ്ങളും ഇവിടെ സമ്മേളിക്കുന്നു. മറ്റെല്ലാ ചക്രങ്ങളും ഉണർത്തപ്പെട്ട വ്യക്തിക്ക് മാത്രമേ ഇതിലേക്ക് പ്രവേശനം ഉള്ളൂ. ദൈവവും മനുഷ്യനും ഒന്നാകുന്ന വേളയാണിത്. ഈ ചക്രത്തിലേക്ക് നേരിട്ട് ഒരു പാതയുമില്ല. കൃത്യമായ അച്ചടക്കവും ദീർഘകാലത്തെ ധ്യാനവും തപസ്സും കൊണ്ടാണ് മനുഷ്യർ ഈ അവസ്ഥ കൈവരിക്കുന്നത്. നമ്മൾ മനുഷ്യർ എന്നത് അനന്ത സാധ്യതകളുള്ള ഒരു വിത്താണ്. കൃത്യമായ പരിപാലനത്തിലൂടെ നമുക്കതൊരു ഫലവൃക്ഷമാക്കി മാറ്റാം. മറ്റെല്ലാ ജന്തുജാലങ്ങളും ആന്തരികമായി വളരുന്നില്ല, പക്ഷേ മനുഷ്യൻ മറിച്ചാണ് സൃഷ്ടിക്കപ്പെട്ടത്. നമുക്കാർക്കും അളക്കാൻ കഴിയാത്ത ശക്തിവിശേഷങ്ങളുമായാണ് ഓരോരുത്തരും ഇവിടെ പിറവിയെടുക്കുന്നത്. എല്ലാവരും തൻ്റെ പൂർണ്ണതയിലേക്കുള്ള പ്രയാണത്തിലുമാണ്. ഈ ചക്രം അസന്തുലിതമായ വ്യക്തികളിൽ വിട്ടുമാറാത്ത തലവേദന, ആശയക്കുഴപ്പം, ആത്മീയപരമായ ഒറ്റപ്പെടൽ, ഉറക്കമില്ലായ്മ, അമിത ഭൗതികവാദം എന്നിവ ഉണ്ടാകുന്നു. ഇത് സംതുലിതമായ വ്യക്തികളിൽ ശാരീരിക ഉന്മേഷം, ഓജസ്, തേജസ്, ക്രിയേറ്റിവിറ്റി, നിസ്സംഗത, ഏകാഗ്രത എന്നിവ കാണപ്പെടുന്നു. സഹസ്രാര ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നതിനായി ശീർഷാസനം, ശവാസനം പോലുള്ള ആസനങ്ങളും ചില പ്രാണായാമങ്ങളും നിർദ്ദേശിക്കപ്പെടുന്നു. ഈ ഒരു ചക്രത്തെ ഉണർത്തുന്നതിനുള്ള ഏറ്റവും നല്ല വഴി ധ്യാനം തന്നെയാകുന്നു. ഓം എന്ന ബീജമന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭൗതികവും ആത്മീയവുമായ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും ഒരുമിക്കാം. ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക.